കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തില്ല. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിനെ മന്ത്രി K രാജൻ വിമർശിച്ച് രംഗത്ത് വന്നു. ആദ്യം രാജന്റെ പ്രതികരണം. കുഴപ്പമുണ്ടാകുമ്പോൾ മാത്രം പൊതുമരാമത്ത് വകുപ്പിൻ്റെ നെഞ്ഞത്ത് കയറാൻ ശ്രമിക്കുകയും അതിൻ്റെ മറ്റു പരിപാടികൾ നടക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിനെ ഒഴിവാക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരിക്കും. അത് ഒരു ഗവൺമെൻറ്റിനും, ഒരു ഫെഡറൽ ചിന്തയിൽ ഒരു ഗവൺമെൻറ്റിനും ഭൂഷണമായ കാര്യമല്ല. കേരളത്തിൻ്റെ ഏറ്റവും ഹൃദയവേദനയുണ്ടായിട്ടുള്ള ചൂരൽമലയിൽ പോലും കേരളത്തെ ഒറ്റപ്പെടുത്തിയവർ ഈ ലക്ഷ്യം തന്നെയല്ലേ. കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയം കാണിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ. അത് ശരിയല്ലാത്ത കാര്യമാണ്. ജനങ്ങളിതെല്ലാം കാണില്ല. അവർ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാകും. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ദീപക്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN 24 ബ്രേക്ക് ചെയ്ത ഈ റിയാസിനെ പട്ടികയിൽ നിന്നും വെട്ടിയ കേന്ദ്ര നടപടി ഒരുപക്ഷെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ യുദ്ധത്തിന് കളമൊരുക്കിയിരിക്കുകയാണ്. കാരണം മന്ത്രിമാരെല്ലാം ഏകസ്വരത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നു. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നുവരെ കേരളത്തിൽ പ്രധാനമന്ത്രി വന്നപ്പോഴൊക്കെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോയിരുന്നു. അതാണ് പതിവ്. പക്ഷേ എന്നാൽ ഇക്കുറി കൊച്ചിയിലേക്ക് മുഖ്യമന്ത്രി ഇല്ല. മുഖ്യമന്ത്രി കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോകുന്നില്ല, പിണറായി വിജയൻ പോകുന്നില്ല. അതായത് മോഡിയുടെ ഈ വരവിൽ സ്വീകരിക്കാൻ പിണറായി ഇല്ല എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇക്കാര്യം പ്രധാനമന്ത്രി എത്തുമ്പോൾ മുഖ്യമന്ത്രി കൊച്ചിയിൽ ഉണ്ടാകില്ല എന്ന വിവരവും അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു കാര്യം, മന്ത്രി K രാജൻ പറഞ്ഞതുപോലെ ഇത് കൃത്യമായ രാഷ്ട്രീയ പ്രചരണമാക്കി സർക്കാർ മാറ്റും, ഇടതുമുന്നണി മാറ്റും. കാരണം ദേശീയപാത അടഞ്ഞുകിടന്നൊരു അധ്യായമായിരുന്നു. അത് വീണ്ടും തുറന്നത് പിണറായി സർക്കാരാണ് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രധാന ക്യാമ്പയിൻ മെറ്റീരിയൽ. എന്നാൽ അതിൻ്റെ ഉദ്ഘാടനത്തിന്, 2 റീച്ചിൻ്റെ ഉദ്ഘാടനത്തിന് അതിനെല്ലാം മേൽനോട്ട ചുമതല വഹിച്ച, ഏകോപന ചുമതല വഹിച്ച പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിയതിനെ വലിയ രാഷ്ട്രീയ വിവാദമായി കേന്ദ്ര സർക്കാരിനെതിരെ അത് ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്നതിൻ്റെ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് റവന്യൂ മന്ത്രി K രാജൻ പ്രതികരിച്ചത്. 9 മണിക്ക് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും ഈ കേന്ദ്ര സർക്കാർ പട്ടികയിൽ നിന്നും പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിയത്, സ്വാഭാവികമായും ഉൾപ്പെടുത്തേണ്ട പൊതുമരാമത്ത് മന്ത്രി ഒഴിവാക്കിയ കാര്യം വലിയ രീതിയിൽ രാഷ്ട്രീയമായി അത് ഉന്നയിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.